എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് DMLT, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് നവംബർ 27-ാം തീയതി വൈകുന്നേരം 5 മണിവരെ LBS വെബ്സൈറ്റ് വഴി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു DPharmൻ്റേതാണോ ഏതിൻ്റേതാണോ അറിയേണ്ടത്. DPharm ആണെങ്കിൽ DPharm സെലക്ട് ചെയ്യുക. അതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്ട് ആയിട്ടുണ്ടാകും. അത് ഷോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ് മെറിറ്റ് മാറ്റിയിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്, അതായത് EV ആണെങ്കിൽ EV, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, EWS ആണെങ്കിൽ EWS, നിങ്ങൾ ഏതാണ് അതനുസരിച്ച് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഷോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വിഭാഗമാണ് സെലക്ട് ചെയ്തത് കൊണ്ട് ആ ഒരു വിഭാഗത്തിലെ റാങ്ക് ലിസ്റ്റ് ഇതേ രീതിയിൽ വരും. നിങ്ങൾ ഏത് കാറ്റഗറിയാണോ വരുന്നത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് അവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി DPharmൻ്റേത് നോക്കിയിട്ട് ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം DHA പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറഞ്ഞു ഇവിടെ നൽകിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അത് നേരത്തെ സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് അവിടെ ഉണ്ടാവും. അതിൽ ഷോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു കാറ്റഗറി വിഭാഗത്തിൽ ആ ഒരു DHA പാരാമെഡിക്കൽ കോഴ്സിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് എത്രയാണ് എന്നുള്ളത് അവിടെ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്. അതുകൂടി സെലക്ട് ചെയ്യുക. ഷോയിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് എത്രയാണ്, അതായത് ഈ ഒരു DHA പാരാമെഡിക്കൽ കോഴ്സിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റാങ്ക് പരിശോധിക്കാവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ ഒരു നവംബർ 27-ാം തീയതി വരെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതും അതിനുശേഷം 28-ാം തീയതിയോടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ 18/11/2024 അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു PDF-ൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ പേരും അതുപോലെ കോളേജിൻ്റെ പേരെന്താണ്, അതുപോലെ കോളേജിൽ ഏതൊക്കെ കോഴ്സാണുള്ളത്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ കോഡ് ഏതാണ് എന്നിങ്ങനെയുള്ള വിവിധ ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ കോഡ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. കോഴ്സ് കോഡ്, അതായത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കോഴ്സിൻ്റെ ആ ഒരു കോളേജ് ലിസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതേ രീതിയിൽ ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സിൻ്റെ പേര് കൊടുത്തത് കാണാം. അതിൻ്റെ ചുരുക്കപ്പേര് RT എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ചുരുക്കപ്പേര് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണ് ആ ഒരു കോഴ്സിൻ്റെ പേരും അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ബാക്കി പ്രോസസ്സ് അതിനുശേഷം മാത്രം ചെയ്യുക. കാരണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഴ്സിൻ്റെ കോഡാണ് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏത് കോഴ്സാണ് എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കോഴ്സ്, അതായത് ഏത് കോഴ്സാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ നിങ്ങൾ അതിൻ്റെ പേര് കൃത്യമായിട്ട് പരിശോധിച്ച് അതിൻ്റെ കോഴ്സിൻ്റെ ചുരുക്കപ്പേര് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 7240 രൂപ മാത്രമാണ് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഫീസ് വരിക. സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്കാണ് കിട്ടുന്നതെങ്കിൽ 27,500 രൂപയും അതുപോലെ ആദ്യ വർഷം 10,000 രൂപ സ്പെഷ്യൽ ഫീസും ഉണ്ടാകും. അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 55,000 രൂപയാണ് ഫീസ് ഉണ്ടാവുക. അതിനോടൊപ്പം 10,000 രൂപ സ്പെഷ്യൽ ഫീസും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ നിലവിൽ ഡിപ്ലോമ കോഴ്സിന് വേറെ ഏതെങ്കിലും അസോസിയേഷൻ വഴിയൊക്കെ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. LBS വഴി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫീ പേയ്മെൻ്റ് ആണ് വരിക. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3 അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് അഡ്മിഷൻ ഉണ്ടാകുക. ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഓപ്ഷൻ ആഡ് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടാകും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥികൾ 7240 രൂപ മുഴുവനായിട്ട് അടക്കണം. അതുപോലെ സെൽഫ് ഫിനാൻസിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ 10,000 രൂപയാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ ഏകദേശം 500 രൂപയോളമാണ് അടക്കേണ്ടതായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ സെൽഫ് ഫിനാൻസിൽ ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടി 10,000 രൂപ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ച് അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട്, അതായത്
അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് LBS വഴി തന്നെ മറ്റൊരു കോളേജിലേക്ക് മാറ്റം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു 10,000 രൂപ അടക്കണം എന്നുള്ളത് അങ്ങനെ അടക്കേണ്ടതില്ല. നിങ്ങൾ ആദ്യം ഒരു തവണ അലോട്ട്മെൻറ്റ് കിട്ടി അടച്ച ശേഷം പിന്നീട് മറ്റൊരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അത് LBS ആ ഒരു പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആയിരിക്കും. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. ആദ്യം തന്നെ നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ID അല്ലെങ്കിൽ ചലാൻ നമ്പർ എന്നിവ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പേജിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പർ എന്താണ് അത് കൊടുക്കുക. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID എന്താണ് അത് കൂടി നൽകി റിക്കവർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ IDയും ചലാൻ നമ്പറും നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ നേരെ ചെയ്യേണ്ടത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പേജ് വഴിയും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അതായത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അതിനായിട്ട് സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും, അതായത് റാങ്ക് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റാങ്ക് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയാണ് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് റാങ്ക് ലിസ്റ്റിൽ DPharmൻ്റെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഇൻഡെക്സ് എത്രയാണ്, അതുപോലെ തന്നെ DPharmൻ്റെ റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ്, അതുപോലെ DHAയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ്, അതുപോലെ Z റാങ്ക് എത്രയാണ്. അതായത് Z എന്ന് പറഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് Z റാങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ MU റാങ്ക് എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ EWS ആണെങ്കിൽ EWS റാങ്ക് എന്നും SC ആണെങ്കിൽ SC റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് DPharmൻ്റെ മാർക്കിൻ്റെ അതായത് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത്. DPharmൻ്റെ ഇൻഡെക്സ് മാർക്ക് നോക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിലും അതുപോലെ നിങ്ങൾക്ക് ബയോളജിക്കാണോ മാത്സിനാണോ കൂടുതൽ മാർക്ക് ലഭിച്ചത്, ഏതാണ് കൂടുതൽ ആ ഒരു മാർക്കും അതായത് അതിൽ ഏതെങ്കിലും ഒന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണോ ബയോളജിക്കാണോ മാത്സിനാണോ അതുകൂടി എടുത്തിട്ട് അതായത് +2-ന് 120 ഓരോ വിഷയത്തിനും 120 ലഭിച്ച മാർക്ക് എത്രയാണോ അതിനെ ടോട്ടലായിട്ട് കൂട്ടിയിട്ട് 1.2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സ് മാർക്ക് കിട്ടുന്നതാണ്. DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെതാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ഈ ഒരു 120 ഓരോ വിഷയത്തിനും കിട്ടിയത് എത്ര മാർക്കാണോ അതിനെ കൂട്ടിയിട്ട് 1.2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്. അതായത് ടോട്ടൽ സീറ്റിൻ്റെ 50% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വഴിയും 50% സീറ്റ് റിസർവേഷൻ വിഭാഗത്തിലൂടെയുമാണ് അഡ്മിഷൻ നടത്തപ്പെടുക. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ആകെ സീറ്റിൻ്റെ 50%, അതുപോലെ തന്നെ കാറ്റഗറി വൈസ് റാങ്ക് എന്ന് പറയുന്നത് ആ ഒരു ബാക്കി 50% സീറ്റ് ഓരോ കാറ്റഗറിക്കും ഇത്ര വീതം സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ചില കാറ്റഗറിക്ക് 10%, ചില കാറ്റഗറിക്ക് ഒരു 2% അങ്ങനെയൊക്കെ ആയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് റിസർവേഷൻ ചെയ്യപ്പെടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മൈനോറിറ്റി റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ NA എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് ഇവിടെ മൈനോറിറ്റി റാങ്കിൽ ഇല്ല എന്നാണ്. അതായത് ചില കോളേജുകൾ ആ ഒരു കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഏതാണോ ആ ഒരു കോളേജുകൾക്ക് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ആ ഒരു അഡ്മിഷൻ നടത്തുന്നതിനായിട്ട് ഈ ഒരു മൈനോറിറ്റി റാങ്ക് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മൈനോറിറ്റി റാങ്കിൽ ആ ഒരു വിഭാഗത്തിൽ അതായത് കോളേജ് മാനേജ്മെൻറ്റ് ഏത് വിഭാഗത്തിലാണോ അതായത് ക്രിസ്ത്യൻ ആണെങ്കിൽ ആ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു രീതിയിൽ മൈനോറിറ്റി റാങ്ക് കാണാൻ പറ്റുള്ളൂ. മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ ആ ഒരു കോളേജ് ആണെങ്കിൽ ആ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ ആ ഒരു മൈനോറിറ്റി റാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാറ്റഗറി അതായത് ഈ വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽ ആ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ ആ ഒരു മാനേജ്മെൻറ്റിന് ഒരു നിശ്ചിത സീറ്റ് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അവരുടെ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് അതിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനായിട്ടുള്ള അനുമതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മൈനോറിറ്റി റാങ്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നേരെ ഹോം പേജിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഹോം പേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജാണ്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജാണ്. ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ രജിസ്റ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഡോറ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോഴ്സിൻ്റെ കോഡ് കൊടുത്തത് കാണാം. അത് ഏത് കോഴ്സാണ് എന്നുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അതായത് നിങ്ങളൊരു പേപ്പറിൽ ആ ഒരു കോഴ്സിൻ്റെ ഫുൾ ഫോമും അതുപോലെ തന്നെ അതിൻ്റെ ചുരുക്കപ്പേരും എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് കോഴ്സാണ് ഇത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ DPharm ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ
ഒരു കോളേജ് SC/ST വിദ്യാർത്ഥികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. ഇനി ഇതിൽ ഈ ഒരു കോളേജുകളിലൊക്കെ എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളതും എങ്ങനെയാണ് ഓപ്ഷൻ നൽകുക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോളേജിൻ്റെ പേര്, കോഴ്സിൻ്റെ കോഡ്, കോളേജ് ടൈപ്പ് ഏതാണ്, ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ആണോ എന്നുള്ളതാണ്. അതുപോലെ ഓപ്ഷൻ എത്രാമതായിട്ടാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിമൂവ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടിയുണ്ട്, അതായത് ബട്ടൺ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേജ് ഫുള്ളായിട്ട് ലോഡ് ചെയ്ത ശേഷം പിന്നീട് അവിടെ 1 എന്നുള്ളത് വന്നത് കാണാൻ സാധിക്കും. ഇനി ഇതേ രീതിയിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ കൂടി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒന്നാമത്തെ ഓപ്ഷൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാമതായിട്ട് സെറ്റ് ചെയ്ത ഓപ്ഷൻ ഒന്നാമതായിട്ട് മാറും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ നമ്പർ ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയൊക്കെ ഓപ്ഷനുകൾ നൽകാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ഒന്നാമതായിട്ട് നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നൽകുന്നതിലും നല്ലത് ഓപ്ഷൻ്റെ നേരെയുള്ള ഈ ഒരു ബോക്സിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം, അതായത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ ബോക്സിൽ നിങ്ങൾക്ക് 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡിഫാമിൻ്റെ ഈ ഒരു കോഴ്സ് ഞാനിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ആ ഒരു ഓപ്ഷൻ നൽകുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ അടുത്ത ഓപ്ഷൻസ് ആയിട്ട് വേണ്ടത് അതനുസരിച്ച് ആ ഒരു ബോക്സിൽ നിങ്ങൾ ആ ഒരു ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓപ്ഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴോട്ടേക്ക് നിങ്ങൾ സൈഡിലൂടെ സ്ക്രോൾ ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങൾക്കിവിടെ വിവിധ കോഴ്സുകളുണ്ട്. DPharm ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് വിവിധ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്, DMLT ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ DMLT ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ ഇവിടെ താഴെ ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു കോഴ്സ് ഏതാണ്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നൽകിയത് കാണാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കോളേജാണ് 2 കോളേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് ദന്തൽ വിഭാഗത്തിൽ വരുന്ന ഏതോ ഡിപ്ലോമ കോഴ്സാണ്. അവിടെ 7240 രൂപയാണ് ആ ഒരു കോഴ്സിന് ട്യൂഷൻ ഫീ വരുന്നത്, ഗവൺമെൻറ് കോളേജാണ്. അത് അടുത്തത് DPharmൻ്റേതാണ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഫാർമസിയാണ്. 6350 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ DMLT കോഴ്സ്, അത് ഞാൻ സെൽഫ് ഫിനാൻസ് കോളേജായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ ഒരു മെറിറ്റ് സീറ്റ് ആയതുകൊണ്ട് 27500 രൂപയാണ് ഫീസ് വരുന്നത്. 10000 രൂപ സ്പെഷ്യൽ ഫീസ് ഇനത്തിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ ഓപ്ഷൻസ് നിങ്ങൾ നൽകിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ DMLT കോഴ്സ് ഞാൻ കൊടുത്തത് അതെനിക്ക് വേണ്ട എന്ന് കരുതുക. അപ്പോൾ അത് വേണ്ട എങ്കിൽ എനിക്കിപ്പോൾ മറ്റൊരു DPharm കോഴ്സ് കൂടി ആഡ് ചെയ്യാം. ഗവൺമെൻറ് കോളേജിൽ തന്നെ ആഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. DMLT വേണ്ട എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വേണ്ട, അതായത് ഓപ്ഷൻ നൽകിയിട്ട് ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷൻ്റെ നേരെ, അത് നിങ്ങൾ ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ കണ്ടെത്തിയ ശേഷം അതിൻ്റെ നേരെയായിട്ട് റിമൂവ് എന്നുള്ള ഒരു ബട്ടൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു കോളേജിൻ്റേത് ഞാനിപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു കോളേജ് എനിക്ക് വേണ്ട. അപ്പോൾ ഇവിടെ ആയിട്ട് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ റിമൂവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിപ്പോൾ സേവ് ചെയ്യുന്നു. അതായത് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ആ ഒരു കോളേജ് കാണാൻ സാധിക്കും. ഇത് സേവ് ചെയ്താൽ മാത്രമാണ് അത് ചേഞ്ച് ആവുക. അപ്പോൾ ഞാനിപ്പോൾ സേവിൽ ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ ആ ഒരു കോളേജ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോളേജ് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഓപ്ഷൻ നമ്പർ എത്രയാണെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കുറേ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ തവണയും ആ ഒരു പേജ് ലോഡ് ചെയ്ത് ഏറ്റവും ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ലോഡ് ചെയ്ത് വരും. അപ്പോൾ അതിലും നല്ലത് നിങ്ങൾ ഓപ്ഷൻ നമ്പർ ബോക്സിൽ 1 2 3 ഈ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. അതുപോലെ ഇവിടെ ഞാൻ SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു കോളേജാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ SC/ST വിദ്യാർത്ഥികൾ മാത്രം ഓപ്ഷൻ വെക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു സാമ്പിളായിട്ട് ഓപ്ഷൻസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതിൻ്റെ ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട ആണെങ്കിൽ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യാവുന്നതും അതിനുശേഷം സേവ് ചെയ്യാവുന്നതുമാണ്. ഞാനിപ്പോൾ ഈ ഒരു നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനുശേഷം സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും മുഴുവൻ കോളേജുകളുടെ ആ ഒരു ഡീറ്റെയിൽസും പോയത് കാണാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ പുതുതായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കോളേജ് അവിടെ നിങ്ങൾക്ക് അതായത് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് നമ്പർ നൽകിയ ശേഷം ഞാനിപ്പോൾ വീണ്ടും ഇവിടെ ഒരു കോളേജ് ഗവൺമെൻറ് കോളേജ് കൊടുക്കുന്നു. സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതായത് ആ ഒരു കോളേജ് വന്നതായിട്ട്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ ഫീസ് എത്രയാണ്, സ്പെഷ്യൽ ഫീസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ
ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നവംബർ 27 തീയതി വൈകുന്നേരം 5 മണി വരെ ഓപ്ഷനുകൾ നൽകാം. 28 തീയതിയോടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.